ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി ഭാഗമായിട്ടാണ്, അതായത് MS പെയിന്റ് എന്താണെന്നാണ്. അപ്പോൾ അതിന്റെ ടൂൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം, അതിന്റെ ബാക്കിയാണിത്. അപ്പോൾ അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, പിന്നെ വരുന്ന ഓപ്ഷൻസ് ആണ് ടൂൾസ് എന്ന് പറഞ്ഞത്. ടൂൾസിനകത്ത് കിടക്കുന്നതാണ് പെൻസിലുണ്ട്, ഫില്ലുണ്ട്, അതുപോലെ ടെക്സ്റ്റ് ഉണ്ട്, ഇറേസർ ഉണ്ട്, പിക്ക് കളർ ഉണ്ട്, പിന്നെന്താണ് നമ്മൾ മാഗ്നിഫയർ സൂം ചെയ്യുന്നത്. അപ്പോൾ ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെൻസിൽ എന്ന് പറയുമ്പോൾ അറിയാലോ എന്തായിരിക്കും, പടം വരയ്ക്കാൻ അല്ലേ. പെൻസിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പെൻസിലിൻ്റെ സൈസ് കൂട്ടാം. സൈസ് കൂട്ടി വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അതുപോലെ നമുക്ക് പെൻസിലിൻ്റെ കളർ മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. കേട്ടോ, നമുക്ക് പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം. അതിനാണ് പെൻസിൽ ടൂൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പെൻസിൽ ടൂൾ. പിന്നെ നമുക്ക് ഫില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, കളർ കൊടുക്കുക, അതായത് ഉള്ളിൽ കളർ കൊടുക്കുക. ഫിൽ വിത്ത് കളർ ഉണ്ടാവും. ഫില്ല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഉള്ളിൽ കളർ കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിൽ ഇങ്ങനെ കളർ കൊടുക്കുക. നമ്മൾ പടം വരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട എന്താണ്, നമ്മൾ ഗ്യാപ്പ് വരാണ്ട് വേണം പടം വരയ്ക്കാൻ. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം, വെളിയിലേക്ക് ഫുൾ കളറാവും. ഇപ്പോൾ ഗ്യാപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് വെളിയിലേക്ക് കളർ വരാൻ. ഇപ്പം ഞാനിവിടെ ഗ്യാപ്പ് ഇട്ടൊന്ന് വരയ്ക്കുക. ഇപ്പം ഞാനൊന്ന് തൂത്തിട്ട് ഇവിടെ ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം. കണ്ടോ, ഫുൾ എന്തായി, കളറായി. ഗ്യാപ്പ് ഇല്ലാണ്ട് വരയ്ക്കുവാണെങ്കിൽ എന്ത് പറ്റില്ല. കണ്ടോ, അങ്ങനെ. പിന്നെ വരുന്നതാണ് ടെക്സ്റ്റ്. പിന്നെ നമുക്കറിയാം, നമുക്ക് ടെക്സ്റ്റ് എഴുതണമെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ പേര് എഴുതി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കാം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ സെലക്ട് ചെയ്യണം. എന്താണോ നമ്മൾ എഴുതി അത് ഫുൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സൈസ് കൂട്ടാം. കണ്ടോ, ബോൾഡ് കളയണമെങ്കിൽ കളയാം, വെക്കണമെങ്കിൽ വെക്കാം. ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ചെരിക്കുക, അങ്ങനെ എഴുതാം. അണ്ടർലൈൻ വേണമെങ്കിൽ ഇടാം. പിന്നെന്താ, നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇടണമെങ്കിൽ അതിടാം. പിന്നെ കളർ മാറ്റി ഞാൻ ബോൾഡ് കളഞ്ഞു. വേണമെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം. കണ്ടോ, വലുതാക്കണേ. കണ്ടോ, പല രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി എനിക്കിത് മൂവ് ചെയ്യണം. എന്ത് ചെയ്യാം, ഇതുപോലൊരു ആരോ മാർക്ക് വരുന്നുണ്ടോ, 4 സൈഡിലേക്കും ആരോ മാർക്ക് ഉള്ള പോലെ വരും. ആ സെലക്ഷനെ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ മൗസ് പോയിന്റർ, എന്നിട്ട് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഉണ്ടോ, നമുക്ക് എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇപ്പം ഞാനിവിടെ കണ്ടോ, ഇത് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുത്ത് മൂവ് ചെയ്യാം. കണ്ടോ, പിന്നെ ഒരു കാര്യം, പിന്നെ ഞാനിതുപോലെ ടെക്സ്റ്റ് നമ്മൾ എഴുതുക. ഓക്കെ, ഞാനിവിടെ ടെക്സ്റ്റ് എഴുതുക. ഞാൻ ടെക്സ്റ്റ് എഴുതി, ഇതിന് ഞാനൊരു കളർ കൊടുത്തു. എന്നിട്ട് ഞാനിത് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുന്നത്, നമുക്ക് നമ്മൾ വരച്ച പടം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഷെയ്ഡ് കിടക്കുന്നുണ്ട്, നമുക്ക് പടം വരച്ചത് കാണാൻ പറ്റില്ല. നമുക്ക് ഇതുപോലെ തന്നെ കിടക്കണം. അപ്പോൾ ഇതുപോലെ കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുത്താൽ മതി, ട്രാൻസ്പെറൻറ്റ് കൊടുത്താൽ മതി. ഇപ്പം എന്തായിട്ടുണ്ട്, ഇപ്പം നമുക്ക് നോക്കാം. കേട്ടോ, ഇപ്പം കണ്ടോ, ഇപ്പം ആ പേര് എന്തായി, അതിനകത്തേക്കായിട്ടുണ്ട്. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ കളർ മാറ്റുക എന്നുള്ളതാണ്. കളറുകൾ പല രീതിയിൽ കളർ കൊടുക്കാം. കളർ കൊടുക്കുമ്പോൾ ടെക്സ്റ്റിന് കളർ കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണം, എന്നിട്ട് വേണം കളർ മാറ്റാൻ. ഓക്കെ, കണ്ടോ. പിന്നെ വരുന്ന ഓപ്ഷനാണ് ബ്രഷസ്. പിന്നെ വരുന്ന ടെക്സ്റ്റ് കഴിഞ്ഞ് പിന്നെ വരുന്ന എന്താണ്, ഇറേസറാണ്. ഇറേസർ എന്ന് പറഞ്ഞാൽ അറിയാം, തൂക്കുക, അതായത് മായ്ച്ച് കളയുക. ഇപ്പോൾ ഒരു പടം വരച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, മായ്ച്ച് കളയാം. ഇറേസർ ടൂൾ എടുത്തു,
പിന്നെ നമുക്ക് മായ്ച്ച് കളയാം. നമുക്ക് കളറിലാണ് മായ്ച്ച് കളയണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു കളർ നമ്മളോട് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് നമുക്ക് മായ്ച്ച് കളയാം. ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുക്കുക, ദെൻ മായ്ച്ച് കളയാം. ഇപ്പം ഈ ഒരു കളറിലായിരിക്കും എന്ത് ചെയ്യുക, മാഞ്ഞു പോകുന്നത്. കണ്ടോ, ഇറേസർ എടുക്കുമ്പോൾ. പിന്നെ അടുത്തതാണ് കളർ പിക്കർ എന്ന് പറഞ്ഞത്. കളർ പിക്കർ എന്ന് പറഞ്ഞാൽ കളർ എടുക്കുക അല്ലേ, നമ്മൾ എടുത്തുകൊണ്ട് വരിക എന്നാണ്. അപ്പം ഞാനിവിടെ ഒരു ഷേപ്പ് വരച്ചതിന് ഞാൻ ഫിൽ കളർ കൊടുത്തു. കളർ ഞാൻ പിങ്ക് കൊടുത്തു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, ഇവിടെ ഞാൻ കൊടുത്തു ഈ കളർ. ഇനി ഞാൻ ഈ കളർ പിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കിപ്പം ഈ ഒരു സർക്കിളിൻ്റെ ഈ കളർ തന്നെ എനിക്ക് ഈ സർക്കിളിൽ വേണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കളർ പിക്കറെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സർക്കിളിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. ദെൻ ഏത് സർക്കിളിലാണോ നമുക്ക് വേണ്ടത്, ഏത് ഷേപ്പിലാണോ വേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, ആ സർക്കിളിലുള്ള അതേ കളർ തന്നെ നമുക്ക് ഈ ഒരു സർക്കിളിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് മാഗ്നിഫയർ. മാഗ്നിഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൂം ചെയ്യുക എന്നാണ്. നമുക്ക് ഏത് സൈഡാണോ നമുക്ക് സൂം ചെയ്ത് കിട്ടേണ്ടത് ആ സൈഡിൽ നിന്ന് കൊണ്ടുവെക്കുക. അത് ഈ ഒരു സൈഡ് വേണമെങ്കിൽ കണ്ടോ, ഈ ഒരു സൈഡ് തന്നെ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഓപ്ഷനാണ് ബ്രഷസ്. ബ്രഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രഷുകൾ, പല രീതിയിലുള്ള ബ്രഷുകളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ബ്രഷ് എടുത്തു. ഈ ഒരു ബ്രഷ് എടുത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ്, കണ്ടോ, ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ദെൻ നമുക്ക് അടുത്ത ബ്രഷ് എടുത്ത് നോക്കാം. അടുത്ത ബ്രഷ് നോക്കുമ്പോൾ ഇതുണ്ടോ, ഇതുപോലെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ അടുത്തൊരു ബ്രഷ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബ്രഷ് എടുത്ത് വരയ്ക്കാം. കണ്ടോ, അടുത്തൊരു ബ്രഷ് എടുക്കുമ്പോൾ അതുപോലെ വരും. അടുത്തെടുക്കുവാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഇതുണ്ടോ, ഇതുപോലെ വരും. ദെൻ അടുത്ത് നമുക്ക് എടുക്കാം. അടുത്തെടുക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ ആയിരിക്കും വരുന്നത്. അടുത്തെടുക്കുമ്പോഴോ, അടുത്തെടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അടുത്തെടുക്കുമ്പോഴോ, അടുത്തെടുക്കുമ്പോൾ ഇങ്ങനെ. പിന്നെ അങ്ങനെ പല രീതിയിലുള്ള ബ്രഷുകൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനത്തെ വേണോ വേണ്ട അതുപോലെ നമുക്ക് പടം വരയ്ക്കാനായിട്ട് പറ്റും. കണ്ടോ, അതിനാണ് ബ്രഷുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് പല രീതി കളർ എടുത്ത് വരയ്ക്കാം. എനിക്കിപ്പോൾ മഞ്ഞ എടുക്കണമെങ്കിൽ മഞ്ഞ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, പല ബ്രഷ് എടുത്ത് നമുക്ക് മഞ്ഞ അങ്ങനെ എടുത്ത് വരയ്ക്കാം. കണ്ടോ, അതിനാണ് ബ്രഷസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് ബാക്കി ഭാഗമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.